ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുകയാണ്. പക്ഷേ കഴിഞ്ഞ ആഴ്ചയൊക്കെ അപേക്ഷിച്ച് തിരക്ക് നിയന്ത്രണ വിധേയമാണ് എന്നുള്ളതാണ് ആശ്വാസം. ഇന്ന് 85,000-ത്തിലധികം ഭക്തരാണ് സന്നിധാനത്ത് ദർശനം നടത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം വലിയ രീതിയിലുള്ള ഭക്തജന തിരക്കും അത്രത്തോളം കഷ്ടതകളും ഭക്തർക്ക് അനുഭവിക്കേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ദേവസ്വത്തിൻ്റെയും പോലീസിൻ്റെയും ഒന്നും ഏകോപനം സാധ്യമല്ലാതെ, മറ്റു വകുപ്പുകളുടെ ഒന്നും ഏകോപനം സാധ്യമല്ലാതെ വന്നൊരു സാഹചര്യത്തിൽ KSRTCയുടെ ഉൾപ്പെടെ ഭക്തർക്ക് ശബരിമലയിലേക്കുള്ള യാത്ര പോലും ദുസ്സഹമായ അസഹനീയമായൊരു സാഹചര്യം ഉണ്ടായിരുന്നു. വിവരങ്ങൾ നൽകാൻ അരുൺ കൊടുങ്ങൂരുണ്ട്. അരുൺ, എന്തായാലും തിരക്കുണ്ട്, നമുക്കറിയാം ആഴ്ച അവസാനമാണ്, അവധി ദിവസങ്ങളാണ്, പക്ഷേ നിയന്ത്രണ വിധേയമാണ് എന്ന ആശ്വാസകരമായ വാർത്ത. അവിടെ നൽകാനുള്ളത് എന്താണ് വിവരങ്ങൾ? തീർച്ചയായും തിരക്ക് നിയന്ത്രണ വിധേയമായി തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ സമാനതകളില്ലാത്ത ഒരു പ്രതിസന്ധിയായിരുന്നു സന്നിധാനത്ത് ഉണ്ടായിരുന്നത്. നിലയ്ക്കലും പമ്പയിലും എരുമേലിയിലും പത്തനംതിട്ടയിലും അടക്കം തീർത്ഥാടകരെ തടഞ്ഞിടേണ്ട ഒരു സ്ഥിതിവിശേഷമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു പ്രശ്നത്തിന്, പ്രതിസന്ധിക്ക് ഇപ്പോൾ ഒരു പരിഹാരമായി തന്നെ മുന്നോട്ട് പോകുന്നു. പരമാവധി പടി കയറി തീർത്ഥാടകർ സന്നിധാനത്തേക്ക് എത്തുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. ഫ്ലൈ ഓവർ ഒന്നാകെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കാര്യമായ പ്രശ്നങ്ങളില്ലാതെ തന്നെ ആ തിരക്ക് നിയന്ത്രിക്കുന്നതിനുണ്ടായിരുന്ന പാളിച്ചകൾ, വീഴ്ചകളെല്ലാം തന്നെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയായിരുന്നു ഉണ്ടായിരുന്നത്. തീർത്ഥാടകരെ എല്ലാം തന്നെ വഴികൾ തടയുക, അതോടൊപ്പം തന്നെ ക്യൂ കോംപ്ലക്സുകളിൽ തടയുക, മഴക്കൂട്ടത്തും പമ്പയിലും അടക്കം വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിനു ശേഷം മാത്രമായിരുന്നു ഭക്തരെ സന്നിധാനത്തേക്ക് കടത്തിവിടുന്നത്. അത് തുടക്കത്തിലുണ്ടായ ഒരു വീഴ്ച തന്നെയാണ് ഇതിന് പ്രധാന പ്രശ്നമായി, പ്രതിസന്ധിയായി തന്നെ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നത്. എന്തായാലും ആ ഒരു പ്രശ്നത്തിന് ഇപ്പോൾ പരിഹാരമായിരിക്കുകയാണ്. നേരത്തെ ലക്ഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ ഇനി തിരക്ക് വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതിലേറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ അവധി ദിവസങ്ങളിലേക്ക് പോകുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് മണ്ഡല പൂജയുടെ ദിവസമാണ് ഇനി വരാനിരിക്കുന്നത്. ആ ഒരു ദിവസം വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. തിരക്ക് നിയന്ത്രണത്തിൽ കൃത്യമായ രീതിയിലുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോയില്ല എങ്കിൽ അത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാകും. കഴിഞ്ഞ ദിവസത്തിന് സമാനമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ കഴിഞ്ഞ ദിവസം ദേവസ്വം മന്ത്രിയുടെ നേതൃത്വത്തിൽ സന്നിധാനത്ത് അവലോകന യോഗം ചേർന്നിരുന്നു. ആ അവലോകന യോഗത്തിലെല്ലാം തന്നെ പല നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചെങ്കിലും അത് എത്രത്തോളം പ്രായോഗിക തലത്തിലേക്ക് എത്തുമെന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. പ്രായോഗിക തലം എന്ന് പറയുമ്പോൾ നമുക്കറിയാം വലിയ രീതിയിലുള്ള വിഷയം ആയതോടുകൂടിയാണ് ദേവസ്വം മന്ത്രിയൊക്കെ സന്നിധാനത്തേക്ക് എത്തിയത്. അവലോകന യോഗം ഒക്കെ വിളിച്ചു. അതൊരു പക്ഷേ പ്രഹസനമാകുമെന്ന സംശയം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഏറെക്കുറെ കാര്യങ്ങൾ ഒരു പരിധിയിലെത്തി എന്ന് നമുക്ക് മനസ്സിലാക്കാം എന്ന് പറയാൻ സാധിക്കുമല്ലോ. പക്ഷേ ഈ നമുക്കറിയാം തുടക്കത്തിൽ തന്നെ കാര്യങ്ങൾ പാളിയത് ദേവസ്വവും പോലീസും തമ്മിലുള്ള എല്ലാ വകുപ്പുകളുടെ ഏകോപനമില്ലായ്മ ഉണ്ടായിരുന്നെങ്കിൽ പോലും ദേവസ്വവും പോലീസും തമ്മിൽ ചില കാര്യങ്ങളിലെങ്കിലും ഒരു ഒരുമയിലെത്താത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് 18-ാം പടി കയറ്റിവിടുന്ന കാര്യങ്ങളിലടക്കം, ഭക്തരെ കൃത്യമായി കയറ്റിവിടുന്ന സമയക്രമീകരണത്തിലടക്കം ഇപ്പോൾ ആ ഏകോപനം സാധ്യമായി എന്ന് പറയാൻ സാധിക്കുമോ? തീർച്ചയായും ഒരു കാരണവശാലും അങ്ങനെ ഒരു ഏകോപനം പൂർണ്ണമായും സാധ്യമായി എന്ന് പറയാൻ കഴിയില്ല. കാരണം അത് ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയായി തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കാരണം ഏകോപനമില്ല എന്ന് തന്നെയാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയായി ഇവിടെ നിൽക്കുന്നത്. തുടക്ക സമയത്ത് അത് തന്നെയായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളിയായി നിന്നിരുന്നത്. കാരണം ദേവസ്വം ബോർഡ് ഒരു തട്ടിൽ, പോലീസ് മറ്റൊരു തട്ടിൽ, അങ്ങനെ ശബരിമലയുടെ തീർത്ഥാടന കാലത്ത് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഭക്തർ അനുഭവിച്ച ഒരു സമയമായിരുന്നു വന്നിരുന്നത്. യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങളോ ഏകോപനവും ഇല്ലാതെ അവർ മുന്നോട്ട് പോയത് ഒരു വലിയ പ്രതിസന്ധിയായിരുന്നു. ഇതിനെല്ലാം ഒടുവിലാണ് ദേവസ്വം മന്ത്രി തന്നെ നേരിട്ട് ശബരിമലയിലെത്തി അവലോകന യോഗം ചേർന്നത്. അവലോകന യോഗത്തിൽ പോലീസ് പ്രതിനിധികളും പങ്കെടുത്തിരുന്നു. പക്ഷേ കാര്യമായ ഒരു ഏകോപനം ഇപ്പോഴും ഉണ്ടായിട്ടില്ല. രണ്ടും രണ്ട് തട്ടിലാണ്. ഇവർ തമ്മിലുള്ള ശീതസമരം, അഭിപ്രായ വ്യത്യാസം അത് അതുപോലെ തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ശബരിമലയിലുണ്ട്. സന്നിധാനത്തെ ക്യാമ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇവിടെ നടത്തുകയും ചെയ്യുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി തുടക്ക സമയത്ത് ഉണ്ടായിരുന്നു. ആ ഒരു പ്രതിസന്ധി നേരിയ ഒരു അയവ് ഉണ്ടായിരുന്നെങ്കിൽ പോലും വരും ദിവസങ്ങളിൽ തിരക്ക് വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ആണ് ഉള്ളത്. നേരത്തെ മുൻ വർഷങ്ങളിലൊക്കെ തന്നെ ദേവസ്വം ബോർഡും അതോടൊപ്പം തന്നെ പോലീസും ഈ മണ്ഡലകാലം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കൃത്യമായ രീതിയിലുള്ള അവലോകനം നടക്കും. ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ഒരു ബോധ്യം ഇരു വിഭാഗങ്ങൾക്കും ഉണ്ടാകും. പക്ഷേ അതിൽ ഇക്കുറി ഉണ്ടായ വീഴ്ച, പ്രത്യേകിച്ച് നവകേരള യാത്ര നടക്കുന്ന ഒരു സമയമാണ്. മന്ത്രിമാരൊക്കെ അതിൻ്റെതായ തിരക്കിലേക്ക്, അങ്ങനെ ഒരു തരത്തിലുള്ള വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം
ശബരിമലയിൽ ഉണ്ടായിട്ടില്ല. അതുതന്നെയാണ് ഹൈന്ദവ സംഘടനാ നേതാക്കളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരിക്കുന്നത്. ആ ഒരു പ്രതിസന്ധി പ്രശ്നം ഇവിടെ തുടർച്ചയായി തന്നെ നിൽക്കുകയാണ്. അതെന്തായാലും ആത്യന്തികമായി ബാധിക്കുന്നത് ഭക്തരെയാണ്, ഭക്തജനങ്ങളെയാണ്, ലക്ഷക്കണക്കിന് ശബരിമലയിലേക്ക് എത്തിയ തീർത്ഥാടകരെയാണ് അതെല്ലാം തന്നെ ബാധിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇനിയും അത്തരം ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ, പ്രതിസന്ധി ഉണ്ടാക്കാതിരിക്കാനുള്ള ഒരു നടപടിക്രമങ്ങളിലേക്ക് മുന്നോട്ട് പോയേ മതിയാകൂ. അതിനുള്ള ഒരുക്കങ്ങൾ തന്നെയാണ് ഇവിടെ നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ട്. കാരണം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തി, സന്നിധാനത്ത് എത്തി കൃത്യമായ രീതിയിലുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം അടക്കമുള്ള കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യുന്നു. എന്തായാലും പോലീസും ദേവസ്വം ബോർഡും തമ്മിലുള്ള ഒരു പ്രശ്നം, പ്രതിസന്ധി ഇവിടെ ചർച്ചയായി തന്നെ ഒരു വലിയ സംവിധാനമായി തന്നെ നിലനിൽക്കുകയാണ്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ക്രമീകരണങ്ങൾ അതുതന്നെയാണ് ഏറ്റവും പ്രധാനമായി വേണ്ടത്. അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് നിലവിലുള്ളത്. എന്തായാലും നിലവിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കം സന്നിധാനത്തെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. തിരക്ക് നിയന്ത്രണങ്ങൾ അടക്കം കൃത്യമായി നോക്കി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. എന്തായാലും ഇതിനുശേഷവും കൃത്യമായ ഒരു സംവിധാനം ഉണ്ടായില്ല എങ്കിൽ, കൃത്യമായ ഒരു ഏകോപനം ഉണ്ടായില്ല എങ്കിൽ അത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാകാനാണ് സാധ്യത. ലക്ഷ്മി, ഒപ്പം അരുൺ, സന്നിധാനത്ത് എന്തായാലും തിരക്ക് നിയന്ത്രണ വിധേയമാണ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് സ്വമേധയാ എടുത്ത നടപടിയാണ്. വിവിധ കാര്യങ്ങളിൽ നിർദ്ദേശം നൽകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് പ്രധാനമായി എരുമേലി, നിലയ്ക്കലിലൊക്കെ സാഹചര്യങ്ങൾ വെച്ചിട്ടാണ്. പാർക്കിംഗ്, ശുചിത്വം എന്നിവ ഉൾപ്പെടെ കൃത്യമായി സാധ്യമാക്കണം എന്നുള്ള നിർദ്ദേശങ്ങളെല്ലാം അതേപടി പ്രാവർത്തികമാക്കുന്നുണ്ടോ? അതുമായി ബന്ധപ്പെട്ട് ഈ അടിസ്ഥാന സൗകര്യങ്ങൾ എടുത്തു പറയുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്താണ് നൽകാൻ സാധിക്കുന്ന വിവരം? ലക്ഷ്മി, അത് തന്നെയാണ് ഈ ഒരു വിഷയം പരിഹരിക്കുന്നതിന് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ സുപ്രധാന ഇടപെടലുകൾ. അത് തന്നെയാണ് അക്കമിട്ട് പറയുകയാണെങ്കിൽ ആ ഒരു ഇടപെടൽ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു സുഗമമായ അവസ്ഥയിലേക്ക് സന്നിധാനത്ത് പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക്, തിരക്ക് എങ്ങനെ നിയന്ത്രിക്കും എന്ന് അറിയാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് ദേവസ്വം ബോർഡും പോലീസും എല്ലാം തന്നെ പോയിരുന്നു. ഏകോപനമില്ലാത്ത ഒരവസ്ഥയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ എത്തുകയും ചെയ്തിരുന്നു. എന്തായാലും അത്തരത്തിലുള്ള ഒരു പ്രതിസന്ധികളെല്ലാം തന്നെ നിലനിന്നിരുന്ന ഒരു സമയത്താണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും സുപ്രധാനമായുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുന്നു. കൃത്യമായ രീതിയിലുള്ള നിർദ്ദേശങ്ങൾ വരുന്നു. ആ ഒരു സമയത്ത് തന്നെ ക്യൂ കോംപ്ലക്സുകൾ തീർത്ഥാടകരെ തടഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ വനമേഖലയ്ക്കുള്ളിൽ തീർത്ഥാടകരെ തടഞ്ഞിരുന്നു. നിലയ്ക്കൽ പാർക്കിംഗ് സംവിധാനത്തിൻ്റെ ഒരു അപര്യാപ്തത, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഹൈക്കോടതി തന്നെ നേരിട്ട് ഇടപെട്ടുകൊണ്ട് ഭക്തരുടെ ദുരിതങ്ങൾ, ദുഃഖങ്ങളെല്ലാം തന്നെ നേരിട്ട് കണ്ടുകൊണ്ടുള്ള ഒരു ക്രമീകരണങ്ങളെല്ലാം തന്നെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. എന്തായാലും കൃത്യമായി തന്നെ ഈ ഒരു വിഷയത്തിൽ, ശബരിമലയുടെ വിഷയത്തിൽ ഹൈക്കോടതി അവധി ദിവസത്തിൽ പോലും സിറ്റിംഗ് നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. നിലവിൽ എന്തായാലും ആ ഒരു ഇടപെടൽ തന്നെയാണ് ഇവിടെ ഇത്രയും ഒരു പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകാനുള്ള ഒരു കാര്യം. അതോടൊപ്പം തന്നെ ഇപ്പോഴും സസൂക്ഷ്മം ശബരിമലയുടെ സ്ഥിതിഗതികളെല്ലാം തന്നെ ഹൈക്കോടതി കൃത്യമായി നോക്കി കാണുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലെ തിരക്ക് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്തായാലും ഇന്നും വലിയ തിരക്ക്, ഇന്നലെ 85,000-ഓളം തീർത്ഥാടകരാണ് സന്നിധാനത്തെത്തിക്കുന്നത്. എന്തായാലും അവധി ദിവസമാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച മുതലായിരുന്നു നിയന്ത്രണത്തിന് അതീതമായുള്ള ഒരു തിരക്കിലേക്ക് സന്നിധാനം അമർന്നരുത്. ആ ഒരു പ്രതിസന്ധി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഇന്നും നാളെയും എല്ലാം തന്നെ തീർത്ഥാടക തിരക്ക് വർദ്ധിക്കും. അതോടൊപ്പം തന്നെ ഇനി ക്രിസ്മസ് അവധി വരുന്നു, മണ്ഡലപൂജ വരുന്നു. അത്തരത്തിലുള്ള ദിവസങ്ങളിൽ മലയാളികളായ തീർത്ഥാടകരുടെ അടക്കം ഒരു വലിയ തിരക്ക് ഉണ്ടാകാനുള്ള സാധ്യത, അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള എല്ലാവിധ ക്രമീകരണങ്ങളും ഒരുക്കും എന്നാണ് ക്രമീകരണങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒറ്റ കാര്യം കൂടി, കാരണം ദേവസ്വമാണ് കൃത്യമായി ഈ അടിസ്ഥാന സൗകര്യ വികസനം ബാക്കി ഈ വകുപ്പുകളുടെയൊക്കെ ഏകോപനം നടത്തേണ്ടത്, സാധ്യമാക്കേണ്ടത്. പോലീസിന് അടുത്തതായുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അവിടുത്തെ ചുമതല പോലീസിനാണ്. ഈ പരിചയസമ്പന്നരല്ലാത്ത പോലീസുകാരെ ഡ്യൂട്ടിക്ക് ഇടുന്നതാണ്, അല്ലെങ്കിൽ അവരുടെ അഭാവമാണ് തിരക്ക് വർദ്ധിക്കാൻ കാരണം എന്നുള്ള ആരോപണം തന്നെ അപ്പുറം അതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഉയർന്നൊരു സാഹചര്യത്തിൽ ഈ ഒരു ബാച്ചിനെ അപ്പാടെ അവിടെ നിന്ന് ഡ്യൂട്ടിയിലേക്ക് മാറ്റി പുതിയവരെ ഇടുന്നതിന് പകരം പകുതി പോലീസുകാരെ മാത്രം മാറ്റിയതിന് അടുത്ത പകുതിയെ ഇടുക, അങ്ങനെ ഒരു നിർദ്ദേശം DGP മുന്നോട്ട് വെച്ചിരുന്നല്ലോ. അതും സാധ്യമായൊരു സാഹചര്യമുണ്ട് അല്ലേ? തീർച്ചയായും അങ്ങനെ ഒരു സാധ്യമായ ഒരു സാഹചര്യത്തിലേക്ക് തന്നെ പോകേണ്ടിയിരിക്കുന്നു. കാരണം മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരോടൊക്കെ നമ്മൾ വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു വീഴ്ചയുടെ ഒരു വിലയിരുത്തലായി കഴിയുന്നത്, ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു ദിവസത്തിൽ തന്നെ ഈ പൂർണ്ണമായും സന്നിധാനത്ത് ജോലി ചെയ്ത് പരിചയമുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ മാറ്റിയിരുന്നു. പുതുതായി വന്ന ആളുകൾക്ക് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു സമയത്തുണ്ടായ ഒരു പരാജയം, പടികയറ്റുന്നതിലടക്കമുണ്ടായ ഒരു വീഴ്ച, അതൊക്കെ തന്നെ ഒരു പ്രതിസന്ധിയായി, പ്രശ്നമായി തന്നെ നിലനിന്നിരുന്നു. അതുതന്നെയാണ് ഈ ഒരു വലിയ
നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വന്നിരിക്കുന്നത്. എന്തായാലും 90,000 തീർത്ഥാടകർ എത്തുമ്പോഴാണ് ഈ വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശബരിമലയെ സംബന്ധിച്ചോളം 1.5 ലക്ഷത്തോളം അല്ലെങ്കിൽ 1.25 ലക്ഷത്തോളം തീർത്ഥാടകരൊക്കെ ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് സന്നിധാനത്ത് വന്നു പോകുന്നതാണോ അന്നൊന്നും തന്നെ ഏർപ്പെടുത്തേണ്ടി വന്നിരുന്ന ആ നിയന്ത്രണങ്ങളൊന്നും തന്നെ ഇപ്പോൾ അന്നും തന്നെ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വന്ന ഒരു സാഹചര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഈ ഫ്ലൈ ഓവർ എല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കാലിയായി കിടക്കുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും ആ ഒരു സ്ഥിതിവിശേഷത്തിനെ മാറ്റി പരമാവധി തീർത്ഥാടകർ പടി കയറി എത്തുന്ന ഒരു സാഹചര്യം എല്ലാം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. കുഞ്ഞു കുട്ടികളടക്കം വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സാഹചര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ആ ഒരു പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ പരിഹാരമായി 3-4 മണിക്കൂറുകൾ ക്യൂ നിന്നാൽ ശബരീശ ദർശനം സാധ്യമാകുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിരുന്നു. മറ്റ് നിയന്ത്രണങ്ങളൊന്നും തന്നെ ഇല്ലാതെ തന്നെ നടപ്പന്തലിലും അതോടൊപ്പം തന്നെ യു-ടേണിലും ശരക്കുത്തിയിലും വരെ മാത്രം തീർത്ഥാടകരുടെ ഒരു തിരക്ക് വരി നീളുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇന്ന് അവധി ദിവസമാണ്, നാളെയും അത്തരത്തിൽ അവധി ദിവസമാണ്. അന്ന് ആ തീർത്ഥാടകരുടെ ഒരു പ്രവാഹം കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ കൃത്യമായ രീതിയിലുള്ള ഒരു ക്രമീകരണങ്ങൾ ഒരുക്കിയില്ല എങ്കിൽ അത് വലിയ പ്രതിസന്ധിയാകും, വലിയ നാണക്കേടാകുമെന്ന് ദേവസ്വം ബോർഡിന് ഉണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ പോലീസിന് ഉണ്ടായിരുന്നു. എന്തായാലും ഹൈക്കോടതിയും ഈ വിഷയത്തിൽ കൃത്യമായ ഒരു നിലപാട് വെച്ച് നോക്കി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യങ്ങളെല്ലാം തന്നെ നിലവിലുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് ഇനി കടന്നാൽ അത് ദേവസ്വം ബോർഡിനും സർക്കാരിനുമെല്ലാം തന്നെ വലിയ ക്ഷീണം ഉണ്ടാക്കും. നിലവിൽ 20 കോടി രൂപയുടെ ഒരു വരുമാന ചോർച്ച കൂടി ദേവസ്വം ബോർഡിന് ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 1.5 ലക്ഷം തീർത്ഥാടകരുടെ എണ്ണത്തിൽ കുറവും വന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ കൂടി പരിശോധിച്ചുകൊണ്ടുള്ള ഒരു നിയന്ത്രണങ്ങൾ തന്നെയാകും ഉണ്ടായിരുന്നത്. എന്തായാലും 80,000-ഓളം തീർത്ഥാടകരാണ് നിലവിൽ പരമാവധി വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതോടൊപ്പം തന്നെ സ്പോട്ട് ബുക്കിംഗ് വഴി എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം കൂടി കണക്കാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് നിലവിൽ. എന്തായാലും 1 ലക്ഷത്തിൽ താഴെ തീർത്ഥാടകർ മാത്രമാണ് ഇപ്പോൾ സന്നിധാനത്തേക്ക് എത്തുന്നത്. ഇന്നലത്തെ കണക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ 85,000 തീർത്ഥാടകർ മാത്രമാണ് ശബരിമലയിൽ എത്തിയിരുന്നത്. ലക്ഷ്മി, അരുണാണ് സന്നിധാനത്തുനിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.